വയനാട്ടിൽ മനുഷ്യർ പേടിച്ച് ജീവിക്കുകയാണെന്നും മനുഷ്യനും വന്യമൃഗങ്ങളും ഉൾപ്പെടെ വിഷയത്തിൽ സമഗ്ര നയം കൊണ്ടുവരുന്നതിനെക്കുറിച്ച് സർക്കാരിന് ആലോചിച്ചുകൂടെയെന്നും ഹൈക്കോടതി. കാട്ടാന ആക്രമണത്തിൽ മനുഷ്യർ കൊല്ലപ്പെടുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഇക്കാര്യത്തിൽ സർക്കാരിന് ഇടപെടൽ ഉണ്ടാവണമെന്ന് വ്യക്തമാക്കിയത്. കാട്ടുപന്നികളുടെ ആക്രമണവുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കുന്നതിനിടെയാണ് നിലവിലുള്ള പ്രശ്നങ്ങളിലേക്ക് കൂടി കോടതി കടന്നത്. വന്യമൃഗങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ എത്രയും വേഗം പരിഹാരം കണ്ടില്ലെങ്കിൽ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ പരിഹാരം അസാധ്യമാകുമെന്നും കോടതി പറഞ്ഞു. കേസ് വീണ്ടും മാർച്ച് 12-ന് പരിഗണിക്കും. സർക്കാർ ഇക്കാര്യത്തിൽ സമഗ്രമായ ഒരു നയം കൊണ്ടുവരണം. വിഷയവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വിദഗ്ധരുണ്ട്. വയനാട് പോലെയുള്ള സ്ഥലങ്ങളിൽ വലിയ പ്രശ്നമുണ്ട്. ജനങ്ങൾ പേടിച്ചിരിക്കുന്നു. ബുദ്ധിമുട്ട് മനസ്സിലാകണമെങ്കിൽ അവിടെ താമസിക്കണം. വെടിവെച്ച് കൊല്ലണം വേണ്ട എന്നൊക്കെ AC മുറിയിലിരുന്ന് ടെലിവിഷനും കണ്ടുകൊണ്ട് പറയാൻ എളുപ്പമാണ്. പക്ഷേ ജനങ്ങളുടെ അവസ്ഥ എന്താണ്? എത്ര മനുഷ്യരാണ് അവിടെ പേടിച്ച് ജീവിക്കുന്നത്? കേരളത്തിന് ഇത് നല്ലതാണോ? സംസ്ഥാനത്തെക്കുറിച്ച് നാം പുറം ലോകത്തിന് നൽകേണ്ട ചിത്രം ഇതാണോ? ഇത് ടൂറിസം മേഖലയെയും ബാധിക്കും. വയനാട് പ്രധാന ടൂറിസം കേന്ദ്രമാണ്. ഇപ്പോൾ തന്നെ പ്രശ്നങ്ങൾ ചർച്ചയായി കഴിഞ്ഞുവെന്നും കോടതി വ്യക്തമാക്കി. നേരത്തെ കാട്ടുപന്നികളായിരുന്നു പ്രശ്നമെങ്കിൽ ഇപ്പോൾ മറ്റു വന്യമൃഗങ്ങളുമുണ്ടെന്ന് ജസ്റ്റിസ് ദേവരാമചന്ദ്രൻ ചൂണ്ടിക്കാട്ടി. മനുഷ്യരുടെ താമസ സ്ഥലങ്ങൾ എങ്ങനെ സംരക്ഷിക്കുമെന്ന് ആലോചിക്കേണ്ടതുണ്ട്. നമുക്ക് വനം വകുപ്പുണ്ട്, നയമുണ്ട്. പക്ഷേ നിയമം പറയുന്നത് ഇങ്ങനെയാണ്, അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ? മൃഗങ്ങളെ കൂട്ടത്തോടെ കൊന്നൊടുക്കരുതെന്ന് നിയമം പറയുന്നുണ്ട്. മനുഷ്യവാസമുള്ളിടത്ത് വരുന്ന മുഴുവൻ മൃഗങ്ങളെയും കൊല്ലണമെന്ന് പറയാൻ കഴിയുമോ? അത് അധാർമികവുമാണ്. തീർച്ചയായിട്ടും എല്ലായ്പ്പോഴും പ്രാമുഖ്യം കൊടുക്കേണ്ടത് മനുഷ്യരുടെ ജീവന് തന്നെയാണ്. പക്ഷേ അതിനർത്ഥം മൃഗങ്ങളെ മുഴുവനും കൊന്നൊടുക്കണമെന്നല്ല. അതല്ല പ്രശ്നപരിഹാരത്തിനുള്ള മാർഗം. നമ്മൾ ഈ വിഷയത്തെ എങ്ങനെയാണ് നേരിടുന്നത് എന്നതാണ് പ്രധാനം. അത് ഇപ്പോൾ ചെയ്തില്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യുക എന്നത് അസാധ്യമാകുമെന്നും കോടതി പറഞ്ഞു. മനുഷ്യരും വന്യമൃഗങ്ങളുമായുള്ള സംഘർഷം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇതിനെ നേരിടാനുള്ള സമഗ്രമായ ഒരു നയം നിലവിലില്ലെന്ന് സർക്കാർ വാദങ്ങളടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു. മനുഷ്യരും മൃഗങ്ങളുമായുള്ള സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ സമഗ്രമായ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലല്ല ചിലരെ ഹോണററി വൈൽഡ് ലൈഫ് വാർഡനായി നിയമിക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നതെന്നും കോടതി നിരീക്ഷിച്ചു. നാട്ടിലിറങ്ങി കൃഷിയും സ്വത്തും നശിപ്പിക്കുന്ന കാട്ടുപന്നികളെ നേരിടാൻ ഉദ്ദേശിച്ചിട്ടുള്ളതായിരുന്നു ഇതെന്നും അദ്ദേഹം പറഞ്ഞു. കാട്ടുപന്നികളുടെ കാര്യത്തിൽ മാത്രമല്ല മനുഷ്യരുടെ വാസസ്ഥലങ്ങളും മൃഗങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് സമഗ്രമായ നയം കൊണ്ടുവരാൻ സർക്കാർ ആലോചിക്കണമെന്നും കോടതി പറഞ്ഞു. വിഷയത്തിൽ അമിക്കസ് ക്യൂരിയായി അഡ്വക്കേറ്റ് ജോർജ് ജോണിയെ കോടതി നിയമിച്ചു. നാട്ടിലിറങ്ങി കൃഷിയും മറ്റും നശിപ്പിക്കുന്ന കാട്ടുപന്നികളെ നേരിടാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, മുനിസിപ്പൽ ചെയർപേഴ്സൺ, കോർപ്പറേഷൻ മേയർ എന്നിവരെ വന്യജീവി നിയമപ്രകാരം ഹോണററി വൈൽഡ് ലൈഫ് വാർഡനായി നിയമിക്കാവുന്നതാണെന്ന് സർക്കാർ 2022-ൽ ഉത്തരവിറക്കിയിരുന്നു. ഇക്കാര്യമാണ് വാദത്തിനിടെ കോടതി പരാമർശിച്ചത്.